ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് 65ൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ബീഫ് 65 തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ബീഫ് ചില്ലിയൊക്കെ നമ്മളെപ്പോഴും തയ്യാറാക്കാറുണ്ട്. എന്നാൽ ബീഫ് 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാനിവിടെ ബീഫ് 65 തയ്യാറാക്കുവാനായിട്ട് ഇവിടെ ഒരു 3/4 കിലോ ബീഫ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബീഫിലേക്കെല്ലാം നല്ലവണ്ണം മസാല പിടിക്കുന്ന വിധത്തിൽ നമ്മളിത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് മൂടി വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇതാ ഇവിടെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് 65 തയ്യാറാക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി 1/2 ഗ്ലാസ് മൈദപ്പൊടിയും 1/2 ഗ്ലാസ് കോൺഫ്ലോർ പൗഡറും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബീഫ് മസാല പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടത്. നല്ല ലൂസാകാനും പാടില്ല, എന്നാൽ അത്യാവശ്യം തിക്കാവുകയും വേണം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ബാറ്ററൊക്കെ ഈ ബീഫിലേക്ക് പിടിക്കുന്ന വിധം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ബീഫ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇതാ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളവയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ മുഴുവൻ ബീഫും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ സവാളയും കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് സവാളയും കറിവേപ്പിലയും ഫ്രൈ ചെയ്തത് ബീഫിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് 65 ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.